എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള പ്രധാനപ്പെട്ട ഡൗട്ടായിരിക്കും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയതെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്? അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആകെ കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 5 ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അതായത് കൂടുതൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, എന്നാൽ പറയാനായിട്ട് ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് 5 ഓപ്ഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും നേടിയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ അതിന് താഴെ എല്ലാവിധ ഓപ്ഷനും റിമൂവ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടത്തില്ല. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് കിട്ടിയത്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 5ാമത്തെ ഓപ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു, അതായത് ഫീസൊക്കെ കൊടുത്തു ഞാൻ അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഞാൻ 5ാമത്തെ ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതുകൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ തുടരാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ഒരു ഉദാഹരണത്തിലേക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. HSCAP വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റും. അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിലാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ സോറി യു ഹാവ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പുതുതായിട്ട് മാറ്റം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് കിട്ടിയ ആ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് അവിടെ അലോട്ട്മെൻറ്റിൽ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അതായത് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജ് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിവ കാണാനും സാധിക്കും. അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് റാങ്ക് ഡീറ്റെയിൽസ് അല്ല യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയൊരു സംശയത്തിലേക്ക് വരാം, അതായത് നിങ്ങൾക്ക് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുക എന്ന് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവരെ പരിഗണിക്കുന്നതല്ല. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് 2ാമത്തെ ഓപ്ഷനോ 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെ ഓപ്ഷനോ ഒക്കെ ആണ് കിട്ടിയത്. അതായത് 1ാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏതൊരു ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടാം. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് പറയാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അതായത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്, ഫീസും കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അവിടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക്, ഹയർ ഓപ്ഷൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് റദ്ദ് ചെയ്തിട്ടുണ്ടാകും പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഏതാനും ഓപ്ഷൻസ് മാത്രം റിമൂവ് ചെയ്തിട്ടുണ്ടാകും, അത് 3ാമത്തെ ഓപ്ഷൻ മാത്രം റിമൂവ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ ഓരോ ഹയർ ഓപ്ഷനും റിമൂവ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ നിങ്ങളിവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത്, എന്നാൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കാരണം ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്. ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ എനിക്ക് ആ ഒരു അഡ്മിഷൻ മതി, അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകാനായിട്ട് പറ്റുമോ? അതായത് എനിക്ക് ഇവിടെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സീറ്റിൽ പിന്നീട് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫറിനൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടുത്തെ അഡ്മിഷനാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സെയിം സ്കൂളിൽ തന്നെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് പോയിട്ട് അടക്കുക. നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ഓപ്ഷനിലേക്ക് മാറ്റുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം കിട്ടിയത്, അതായത് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂളിൽ പോവുക. അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PTA ഫണ്ട്, PTA ഡൊണേഷൻ, അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്നിവ തിരിച്ചു തരും. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി, എന്നാൽ ആ ഒരു ഓപ്ഷൻ സെയിം സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് അടച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷനിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് വല്ല ടോക്കണോ അല്ലെങ്കിൽ റെസിപ്റ്റോ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള PTA ഫണ്ട്, PTA ഡൊണേഷൻ, അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ പോകുന്ന സമയത്ത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൂടി എടുത്ത് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോവുക, നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ കൊടുത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അഡ്മിഷൻ നടക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കും. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകൾ ആവശ്യമില്ല, നിലവിൽ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.